ഹായ്, ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. റെട്രോ, അങ്ങനെ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം, റെട്രോയുടെ അല്ലെങ്കിൽ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ അണിയറ പ്രവർത്തകർ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ പുറത്തുവിട്ടു. റെട്രോ എന്നാണ് പുതിയ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. കാർത്തി സുബ്രാജാണ് ഡയറക്ടർ. അപ്പോൾ ഞാൻ കാണുമ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഏകദേശം 11 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് റെട്രോ എന്ന മൂവിയുടെ ടൈറ്റിൽ ടീസർ വീഡിയോ ആയിട്ടാണ് അണിയറ പ്രവർത്തകർ ഇത് പുറത്തുവിട്ടത്. ഓൾറെഡി ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ചിത്രം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചിത്രത്തിന് മേളിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം കാർത്തിക് സുബ്രാജ് എന്ന ഒരു ബ്രാൻഡ് ഡയറക്ടർ, അല്ലെങ്കിൽ തമിഴിലെ ഒരു പ്രോമിസിങ് ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 2012 പുറത്തിറങ്ങിയ പിസ, അതിനുശേഷം ഇപ്പോൾ സൂര്യയുടെ അടുത്ത ചിത്രത്തിൽ വരെ എത്തി നിൽക്കുന്നു. രജനീകാന്തിനെ വെച്ച് പേട്ട, ജിഗർദണ്ഡ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ, ഭൂരിഭാഗം ചിത്രങ്ങളും വിജയങ്ങളായിരുന്നു എന്ന് പറയാം. അതായത് ഫാൻബോയ് സംഭവമായിട്ട് നമ്മളെ വിസ്മയിപ്പിച്ച പേട്ട എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. 2019 പുറത്തിറങ്ങിയ കാർത്തിക് സുബ്രാജ് രജനീകാന്തിനെ സ്റ്റൈലിഷ് ലുക്കിലേക്ക് രജനീകാന്തിനെ തിരിച്ചു കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു പേട്ട. തുടർ പരാജയങ്ങളിൽ നിന്നും രജനി രക്ഷപ്പെട്ടത് പേട്ടയിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ സൂര്യ എന്നൊരു നടിപ്പിൻ നായകൻ, അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ, വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കിട്ടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ചിത്രത്തിന് മേൽ ഇത്രയൊരു ഹൈപ്പ് ആദ്യം തൊട്ടേ വന്നിരിക്കുന്നത്. കങ്കുവായാണ് സൂര്യയുടെ തിരിച്ചുവരവെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞെങ്കിലും പ്രേക്ഷകർ പറയുന്നത് റെട്രോ ആയിരിക്കും സൂര്യയുടെ തിരിച്ചുവരവെന്നാണ്. കാരണം ഡയറക്ടറിനെ അത്രമേൽ വിശ്വാസമാണ് പ്രേക്ഷകർക്ക് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സൂര്യയുടെ ഒരു കംബാക്ക് മൂവി ആയിരിക്കും റെട്രോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ചിത്രത്തിൻ്റെ ആദ്യം തൊട്ടുള്ള ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആദ്യം സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ പുറത്തുവിട്ട ആ തോക്കും പിടിച്ചുകൊണ്ട് വരുന്നുള്ള വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാരക്ടർ 1 എന്നുള്ള ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ ആയിക്കോട്ടെ, എല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. അപ്പോൾ ഒന്നിനൊന്നിന് എന്താ പറയുന്നത്, ഫ്രഷ്നെസ് നൽകുന്ന ഓരോ വീഡിയോസും പോസ്റ്ററുകളും ഒക്കെ ആയിരുന്നു അണിയറ പ്രവർത്തകർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ ഒരു കമ്പാക്ക് ആയിരിക്കും ചിത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യയെ കൂടാതെ പൂജ ഹെഗ്ഡെയാണ് ഇതിലെ നായിക. അതായത് ബീസ്റ്റിലെ വിജയുടെ ഭീഷണിന് ശേഷം അവർ അഭിനയിക്കുന്ന ചിത്രമാണ് ഇത് റെട്രോ എന്നത്. അതായത് ടൈറ്റിൽ ടീസറിൽ നമുക്ക് കാണുവാൻ സാധിക്കും നായകനും നായികയും തമ്മിലുള്ള റൊമാൻസ്. അതായത് ഒരു പ്രപ്പോസൽ സീനെന്ന്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാലോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സീന് ഒരു വളരെ അഗ്രസീവായിട്ട് പറയുന്ന ഒരു നായകൻ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വെറൈറ്റി, അല്ലെങ്കിൽ ഒരു കാർത്തി സുബ്രാജിൻ്റെ ഒരു സംഭവമാണിത്. ഒരു വെറൈറ്റി സംഭവം എന്ന് പറയാം. അല്ലെങ്കിൽ അഗ്രസീവ് ആയിക്കൊണ്ട് നായികയെ അപ്രോച്ച് ചെയ്യുന്ന നായകൻ, അത് വളരെ നന്നായിരുന്നു. പിന്നെ അതിനിടയിൽ തന്നെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ളൊരു സംഭവം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ജോർജ് ജോർജൊക്കെ വില്ലൻ വേഷമാണെന്ന് തോന്നുന്നു, ഞെട്ടിക്കുമെന്ന് തോന്നുന്നു. ഓൾറെഡി അദ്ദേഹം മലയാളത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴിലും സൂര്യയുടെ കൂടെ അദ്ദേഹം ഞെട്ടിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും വളരെ പ്രോമിസിങ് ആവുന്ന ഒരു ചിത്രമായിരിക്കും റെട്രോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൂര്യയുടെ കംബാക്ക് മൂവി ആയിരിക്കും റെട്രോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.